വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഈ ഒരു ഈദിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബിസ്ക്കറ്റ് വെച്ചിട്ടായിരുന്നു. ഈ ഒരു പുഡിങ്ങിൽ ബ്രെഡാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് ഈ ഒരു പാക്കറ്റിൽ 10 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. അപ്പം ഒരുപാട് പേര് ചൈന ഗ്രാസിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസ് 10 ഗ്രാം മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ 8 ഗ്രാമാണ് എടുക്കുന്നത്. ഇതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാം വരെ എടുക്കുക. ഞാനിവിടെ 8 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഇനി അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്കൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചൈന ഗ്രാസ് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടാണല്ലേ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടർ പുഡിങ്ങിൽ അതിൻ്റെ പാലിലേക്ക് നേരിട്ട് നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ 1/2 ലിറ്റർ പാലിലേക്കുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ്. അതിനുശേഷം ഞാനിതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 സ്ലൈസ് എടുത്താൽ മതി കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് എടുക്കുന്ന ബട്ടർ 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്ക് എടുക്കാം കേട്ടോ 1/2 ലിറ്റർ പാലിലേക്ക്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷമാണ് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചൈന ഗ്രാസ് മുഴുവനായിട്ടും മെൽറ്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ചൈന ഗ്രാസ് നേരിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. മറ്റുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചൈന ഗ്രാസ് നല്ലവണ്ണം മെൽറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പുഡിങ് മിക്സിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പാൽ അത്യാവശ്യം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ചൈന ഗ്രാസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ചൈന ഗ്രാസൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കൂടി പോവണ്ട. കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം കട്ടിയായിട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ബ്രെഡ് അതിലേക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബ്രെഡിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ആ ഒരു റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പുഡിങ്ങും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആ ബ്രെഡ് ചേർത്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു പുഡിങ് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേയിലേക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ട്രേയിലും പിന്നെ ചെറിയ 2 ബൗളിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലാവുന്ന വരെ പുറത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ.
ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് ആയി വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ ഈ ഒരു പുഡിങ്. അതിന് ശേഷമാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പം ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ടാണ് കേട്ടോ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുഡിങ് ഏറ്റവും ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന സമയത്താണ് കേട്ടോ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നല്ലേ ചെയ്തെടുക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചെടുത്താലും മതി. ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യുന്നവർക്കുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അതും ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ചൈന ഗ്രാസും ജെലാറ്റിനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ അതാ 4-5 മണിക്കൂർ ഞാൻ ഈ ഒരു പുഡിങ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബട്ടർ പുഡിങ്. ഈ ഒരു ബട്ടർ പുഡിങ് നമുക്ക് 2 രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കുക, ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ടുണ്ടെങ്കിൽ അലിഞ്ഞിറങ്ങിപ്പോകും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഈദിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബട്ടർ പുഡിങ്. ഈ ഒരു ബട്ടർ പുഡിങ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പൊള്ളി ടേസ്റ്റാണ്. ക്യാരറ്റ്, ഇളനീർ, ബട്ടർ സ്കോച്ച് അങ്ങനത്തെ ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.